ഇപ്പോൾ 2006-ൽ അങ്ങ് കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നു. ഈ കേസിൽ പുനരന്വേഷണം ഉണ്ടാകുന്നു, കുറ്റപത്രം സമർപ്പിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം 10-16 വർഷം ഒരനക്കവുമില്ലാതെ ഇരിക്കുന്നു. എങ്ങനെയാണ് ശ്രീ അനിൽ ഇമ്മാനുവൽ പറഞ്ഞതുപോലെ നിയമ സംവിധാനത്തിനും നീതി നിർവഹണ സംവിധാനത്തിനും ഒരു കേസിൽ ഇത്രമേൽ അനുഭാവപൂർവമായ നിലപാട് എടുക്കാൻ കഴിയുന്നത്? അത് മാത്രമല്ല, ഇത് മറ്റ് കേസുകളെ പോലെയല്ല. കാരണം ഇതിൽ പരാതിക്കാരൻ എന്ന് പറയുന്നത് ജില്ലാ കോടതിയാണ്. അപ്പോൾ ആ ജില്ലാ കോടതിയുടെ താഴെയുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ കിടക്കുന്ന കേസും കൂടിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലെ പരാതിക്കാരൻ പോലീസോ മറ്റാൾക്കാരോ ആരെങ്കിലും പ്രൈവറ്റ് പേഴ്സണോ ഒന്നുമല്ല, ജില്ലാ കോടതി തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ടും ഈ കേസ് വളരെയധികം വർഷങ്ങൾ അവിടെ കോടതിയിൽ കടന്നുപോയി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഞാൻ ഈ കേസിൽ വാസ്തവത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രീ ജയമോഹൻ, ഇത് ആദ്യത്തെ കേസിൻ്റെ, അതായത് ആസ്ട്രേലിയക്കാരനെ മയക്കുമരുന്നായിട്ട് പിടിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ, ഞാൻ കൊല്ലത്ത് 38 വർഷം മുമ്പ് SP ആയിട്ട് വരുന്ന സമയത്ത് ജയമോഹൻ അവിടെ കൊല്ലം ഈസ്റ്റിലെ SI ആയിരുന്നു. ഒന്നാന്തരം SI, ഔട്ട്സ്റ്റാൻഡിങ് അയാൾ. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു SI ആയിരുന്നു. പിന്നീട് ഞാൻ 91-ലാണെന്ന് തോന്നുന്നു ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് കാണുന്നു. കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റാണ്. അതിൽ സ്ട്രിക്ചേഴ്സ് അഗെയിൻസ്റ്റ് ജയമോഹൻ. അപ്പോൾ അത് ആ രീതിയിൽ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. എൻ്റെ അടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വന്നൊരു ഓഫീസർ തിരുവനന്തപുരത്ത് എത്തി എങ്ങനെ മോശമായെന്ന്. ഞാൻ നേരെ ജയമോഹനെ തന്നെ വിളിച്ചു, എന്താ ഇതിൽ സംഭവിച്ചതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ജയമോഹൻ പറഞ്ഞു, ഇത് കോടതിയിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കണം, അത് ആയിരിക്കണം കാര്യം. ഞാൻ ജയമോഹനോട് പറഞ്ഞു, സുപ്രീം കോടതിയിൽ പോകണം, അദ്ദേഹത്തിന് അത് പോകാനായിട്ട് അന്നത്തെ DGP രാജ്ഭവൻ നാരായൺ സാറ് സഹായിച്ചിരിക്കണം. അതോടൊപ്പം അദ്ദേഹം ഹൈക്കോടതി വിജിലൻസിലും പരാതി കൊടുത്തു. ആ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ഇത് മാനിപ്പുലേഷൻ കോടതിയിൽ നടന്നതാണെന്ന് കണ്ട് റിപ്പോർട്ട് ഉണ്ടായി. ആ റിപ്പോർട്ട് അനുസരിച്ച് ജില്ലാ ജഡ്ജിയോട്, തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയോട് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അവിടുത്തെ ശിരസ്തദാർ ഇതിൻ്റെ പരാതി തരുന്നത്. അത് 1994-ലാണ്. ഇത് ISRO കേസിന് മുമ്പാണ്. 215/94 ആയിരിക്കണം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ. കാരണം 246-ആണ് ISRO കേസിൻ്റെ നമ്പർ. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇതിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഞാൻ ഈ തിരുവനന്തപുരത്തുള്ള പല ഓഫീസേഴ്സിനോടും പറയും, നോക്കൂ, നമ്മുടെ മുഖത്ത് ഈ കേസിനെ പറ്റി കുറേ സിനിമ വന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്, വളരെ മോശമായിട്ട് കാര്യവാരി തേച്ചൊരു കേസാണ്, അതുകൊണ്ട് ഇത് അന്വേഷിക്കണം, ഇതിൻ്റെ സത്യം ലോകം അറിയണം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം പറയാറുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ കൺട്രോളിലുള്ള ഒരു ഓഫീസറായിട്ട് ഞാൻ ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ 2005-ൽ ഞാൻ IGA വന്നപ്പോൾ ആദ്യം എടുത്ത ഫയല് ഇതായിരുന്നു. ആ ഫയലിൽ അങ്ങനെ തിരിച്ചു വിളിച്ചാൽ നോക്കിയപ്പോൾ എല്ലാ എവിഡൻസുള്ള കേസാണ്. അത് റെഫർ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ആ കേസ് ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ടാക്കി വക്കം പ്രഭ DYSP ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ടാക്കി അദ്ദേഹം അത് 2006-ൽ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചാർജും ചെയ്തു. അതാണ് ഇതിൽ സംഭവിച്ചത്. പിന്നീട് 6-ന് ശേഷം, ഇത് കോടതിയിലെത്തിയതിന് ശേഷം ഇതേപോലെ പിന്നെ പോലീസിന് ഇതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ സ്വന്തം കേസ് സ്വന്തം കോടതി അന്വേഷിക്കുന്നില്ലെങ്കിൽ പുറത്തുള്ള പോലീസ് എങ്ങനെ അന്വേഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 2006 മുതൽ 2022 വരെ, പിന്നീട് ശ്രീ അനിൽ ഇമ്മാനുവൽ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. അനിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്ത് ഞാനുമായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അനിലായിരുന്നു. അപ്പോൾ അനിലുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് സംസാരിച്ചിട്ടില്ല, കാരണം ഇത് 2006-ൽ കൊടുത്തിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല. മറ്റു പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇതില്ല. പിന്നീട് അനിൽ എൻ്റെ അടുത്ത് വന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജയമോഹൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. ജയമോഹനെ വിളിച്ച് പറഞ്ഞു, അനിലാണ് വരുന്നത്, അത് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അനിലിനെ ജയമോഹൻ്റെ അടുത്ത് വിട്ടത്. പക്ഷേ എനിക്ക് അപ്രീസിയേഷൻ ഉള്ളത് തീർച്ചയായിട്ടും അനിൽ എന്തുമാത്രം റിസ്ക് ഇതിലെടുത്തു എന്നുള്ളതാണ്. സ്വന്തം ജോലി കളഞ്ഞു. അത് കളഞ്ഞ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയി. അതുകൊണ്ടാണ് ഈ കേസ് ജീവൻ വെച്ചത്. അതല്ലെങ്കിൽ ഇതിലെ സാക്ഷികളെല്ലാം മരിച്ചുപോയി ഈ കേസില്ലാതായാൽ. നോക്കണം, ഇത്ര അധികം വർഷം, അതായത് എനിക്ക് തോന്നുന്നു
ശ്രീമതി മാധവന് ഒക്കെ എന്താണ് അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അപ്പോൾ അത്രയും വർഷം മുമ്പുള്ള കേസാണ്. ആൾക്കാർ ഇതിൽ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു ജീവിത പരിധിയൊക്കെ ഉണ്ട്. അവരെല്ലാം മരിച്ചു പോകും. ഇതിൽ സാക്ഷികളായിട്ട് വരേണ്ടവരെല്ലാം മരിച്ചു പോകും. കേസിന് നാച്ചുറൽ ഡെത്ത് വന്നു പോയേനെ. അത് ഇല്ലാതാക്കി ഈ കേസിന് ജീവൻ വെപ്പിച്ചത് അനിൽ ഇമ്മാനുവലാണ്. അപ്പോൾ അനിൽ ഇമ്മാനുവലിനോട് എനിക്ക് വളരെ, ഞാൻ കാലത്ത് എല്ലാവരോടും പറഞ്ഞു, ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ 60% ക്രെഡിറ്റ് ഞാൻ അനിലിന് കൊടുക്കും, 20% പ്രോസിക്യൂട്ടർക്കും, 20% ക്രെഡിറ്റ് വാക്കം പ്രഭയ്ക്കും കൊടുക്കും. ഞാനൊന്നും ഒരു ക്രെഡിറ്റ് എടുക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ പുറകെ നിന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്തുകൊണ്ട് IPS ഓഫീസേഴ്സ് ഇതിൽ സമ്മർദ്ദത്തിന് വിധേയരായി? കാരണം എനിക്കൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. ആരും എന്നെ വിളിച്ചില്ല. പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഓഫീസർ ലെവലിൽ ഒന്നും ഒരു പ്രഷറും എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഈ കേസ് പോലീസിൽ 11 വർഷം പെൻഡിങ്ങിൽ കിടന്നതെന്ന് എനിക്ക് അറിയില്ല. ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഞാൻ റിപ്പോർട്ട് കൊടുത്തിരുന്നു. നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരെല്ലാം റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല. ഏതായാലും ഈ രീതിയിൽ എത്തിയതിൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയും നടക്കും. വളരെ വിചിത്രമായിട്ടൊരു കേസ്. ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പഠിക്കേണ്ട ഒരു കേസ്. കാരണം എന്തുകൊണ്ട് അവരുടെ സീനിയർ ഉദ്യോഗസ്ഥരായ, പ്രത്യേകിച്ച് IPS ഉദ്യോഗസ്ഥർ തീരെ നട്ടലില്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകുന്നു. പറയുമ്പോഴേക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ നിൽക്കുന്നു. വളരെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. കേസ് പ്രോപ്പറായിട്ട് അന്വേഷിക്കാതിരിക്കുന്നു. എനിക്ക് അത്ഭുതമാണ്. കാരണം പലതിലും ഒരു സമ്മർദ്ദവും ഇല്ലാതെയാണ് അവർ വിധേയരാകുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത് ജയമോഹൻ എന്നൊരു ഓഫീസർ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിൽ നടക്കുന്നൊരു കേസ് കൊല്ലത്തെ SP ആയിരിക്കുന്ന എനിക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ലൊരു ഓഫീസറുടെ ആ ഫേസ് സേവ് ചെയ്യാനായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ആകാംക്ഷയാണ് ഈ കേസിൽ എന്നെ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പോലീസിൽ തന്നെ കിടന്ന് റെഫർ ചെയ്ത് പോകുമായിരുന്നു.